ഇന്ന് ആംസ്റ്റർഡാമിലെ രണ്ടാമത്തെ ദിവസം. നമ്മളിന്ന് സാൻസേഷാൻസ് എന്ന് പറഞ്ഞൊരു കൺട്രി സൈഡിലേക്ക് പോകും. അവിടുത്തെ ഒരു വില്ലേജിലേക്ക് പോവാം. ആ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആംസ്റ്റർഡാമിൽ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ച അവരുടെ ഒരു ജീവിത രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കൾച്ചറും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതൊക്കെ അവിടെ സാൻസേഷാൻസ് എന്ന് പറഞ്ഞ വില്ലേജിൽ അതേപോലെ തന്നെ ഒരുക്കി പ്രദർശിപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം. അവിടെ വിൻമിൽസും ചോക്ലേറ്റ് ഫാക്ടറിയും വുഡൻ ഷൂസും ഒക്കെ നിർമ്മിക്കുന്ന എന്താ പറയുന്നത് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. പിന്നെ ചീസ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുണ്ട്. നെതർലൻഡ്സിലെ ചീസ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ്, ചീസാണ്, നല്ല ചീസാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് അവിടെ ലൈവ് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ പല നമുക്കിവിടുത്തെ കൾച്ചർ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ലക്ഷ്യം. നമ്മൾ കൺട്രി സൈഡിലോട്ടാണ് പോകുന്നത്. കൺട്രി സൈഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വില്ലേജ് ഏരിയ, ആ സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ബസ് പിടിച്ച് പോകാനാണ് പ്ലാൻ. ഇവിടുന്ന് ഒരു 7 മിനിറ്റ് വാക്ക് ചെയ്യണം. അവിടുന്ന് ഒരു ബസ് കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ, അത് പിടിച്ചിട്ട് നമ്മൾ പതിയെ അങ്ങോട്ട് വിടുവാണ്. സാൻസേഷൻസ്. ഇവിടെ ഈ ആംസ്റ്റർഡാമിലെ ആളുകളെക്കാളും കൂടുതൽ സൈക്കിളുള്ളൊരു നാടാണ്. എവിടെ നോക്കിയാലും സൈക്കിളാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഏരിയയിൽ തന്നെ എത്ര ചാരി വെച്ചിരിക്കുന്നത് നോക്കി. ഇതൊക്കെ ആരുടെയാണോ എന്തുവാണെന്ന് വല്ല ഉറപ്പുണ്ടോ തന്നെ എൻ്റെ സംശയം. ചിലപ്പോൾ ഈ സൈഡിലെ വീട്ടിൽ താമസിക്കുന്നത് അവർ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവർക്ക് ആക്ച്വലി സൈക്കിൾ ഇല്ലാതൊരു ജീവിതമില്ല. സൈക്കിളില്ലെങ്കിൽ നമ്മൾ കാനഡയിൽ പറയുമല്ലോ, നമുക്ക് കാറില്ലാതെ അവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. അതേപോലെയാണ് തോന്നുന്നത് ഇവിടെ സൈക്കിളില്ലാതെ ഒരു പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഉള്ളവരെ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ എല്ലാവരും ഫിറ്റാണ്, അത്യാവശ്യം നല്ല ഫിറ്റ് ആളുകളാണ്. അതിങ്ങനെ സൈക്കിൾ ചവിട്ടുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പം ഇവിടെ ഒബീസായിട്ടുള്ള ഒറ്റ മനുഷ്യരെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് ഹോളിഡേ ഇൻ ആണ്, ഹോളിഡേ എക്സ്പ്രസ് ഇൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആംസ്റ്റർഡാം സെൻട്രൽ ആ ഒരു ഹാപ്പനിങ് പ്ലേസിൽ സെൻട്രൽ സ്റ്റേഷൻ്റെ ആ ചുറ്റുവട്ടമൊക്കെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു റിവറിൻ്റെ ഇപ്പുറത്താണ് ഞങ്ങൾ ഹോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു സൈഡിൽ മിക്കപ്പോഴും നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോകണം, എന്തെങ്കിലും കാണണമെങ്കിലും വാങ്ങിക്കണമെങ്കിലും ഒക്കെ. വാങ്ങിക്കണമെങ്കിൽ ഇവിടെ മതി, അല്ല കാണണമെങ്കിലും പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ടൊക്കെ പോകണമെങ്കിൽ ട്രെയിൻ പിടിക്കണമെങ്കിൽ ആ സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫെറി കയറി ഇറങ്ങണം. ഈ ഫെറിയിൽ വന്നിട്ട് ജങ്കാറ് പിടിച്ച് ഇപ്പുറത്ത് വരണം, പിന്നെ അപ്പുറത്ത് പോകണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ബെറ്റർ നല്ല ഹോട്ടൽ കിട്ടുവാണെങ്കിൽ ആ സൈഡിൽ ഈ സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഇപ്പുറത്ത് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫെറിയിൽ വന്നിട്ട് ജങ്കാറ് പിടിച്ചിങ്ങനെ വരാം, അങ്ങോട്ട് പോകാം. അതൊരു രസമാണ്. ഈ സൈഡ് നല്ലതാണ്. ഈ സൈഡിലെത്തുമ്പോൾ നമുക്കൊരു ഗോവൻ പ്രതീതിയൊക്കെ കിട്ടുന്നത്, ഒരു ഗോവൻ രീതി കൾച്ചറാണ്. പക്ഷേ ഹൗസുകളൊക്കെ ഇവിടുത്തെ യൂറോപ്യൻ ഹൗസും കാര്യങ്ങളൊക്കെ, പക്ഷേ കൾച്ചറും കാര്യങ്ങളും ഒരു ലുക്ക് വൈസ് എല്ലാം ഒരു ഗോവൻ പ്രതീതിയുണ്ട്. ഞാൻ 2012 യൂറോപ്പിൽ വന്നിട്ടുണ്ട്. അന്ന് ഓഫീസിൽ നിന്ന് വന്നതാണ്, ഒരു ഓൺസൈറ്റ് വിസിറ്റിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ 12 വർഷമായി. അപ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, അന്ന് ഞാൻ 1 മാസം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ, അന്ന് പാരീസിലൊക്കെ പോയ സമയത്തും ഇപ്പോഴും ഞങ്ങൾ പോയായിരുന്നല്ലോ. അപ്പോൾ അവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളതാണ്. ഈവൻ സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ തന്നെ അന്ന് ഇംഗ്ലീഷ് നമ്മൾ ആരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ മിണ്ടത്തില്ല. ചിലർ അറിയാമെങ്കിലും അവരുടെ ഭാഷയെ തന്നെ പറയത്തുള്ളൂ. പക്ഷേ മുക്കാൽ പേർക്ക് അറിയത്തില്ല, അതാണ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങൾ സംസാരിച്ച ആളുകൾ എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെയാണ് റിപ്ലൈ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ പറയും. അല്ലാതെ അവർ മിണ്ടാതിരിക്കുമോ, അല്ലെ അവരുടെ ഭാഷയിൽ ആംഗ്യ ഭാഷയൊന്നുമല്ല. എല്ലാവർക്കും നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം. എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം. 2012 ശേഷമൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ 15 ശേഷമൊക്കെയാണ് സോഷ്യൽ മീഡിയ എത്ര കൂടുതൽ ആക്റ്റീവായത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സാൻസേഷൻസ് വണ്ടി വന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ്സിൽ കയറി അപ്പോൾ സാൻസേഷൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 40-45 മിനിറ്റ് എടുക്കും. 29 സ്റ്റോപ്പ് സംതിങ് എന്തോ അങ്ങനെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു കാർഡ് എടുത്തായിരുന്നേ. ഞാൻ ഇന്നലെ പറഞ്ഞാലും തോന്നും, ഇത് നമുക്ക് UK നമ്മൾ ഓയിസ്റ്റർ കാർഡ് എന്നൊരു ട്രാവൽ കാർഡുണ്ട്. ഇതാണ് ഇവിടുത്തെ ആംസ്റ്റർഡാമിലെ ട്രാവൽ കാർഡ്. ആക്ച്വലി നമ്മൾ ഈ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 2 പേരാണ് വരുന്നതെങ്കിൽ നമ്മുടെ 2 ക്രെഡിറ്റ് കാർഡ് മതി. നമ്മുടെ കാനഡയിലെ ഡെബിറ്റ് കാർഡൊന്നും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങോട്ട് യാത്ര പോവുകയാണെങ്കിലും എല്ലാ വണ്ടിയിലും നമ്മുടെ കയ്യിൽ ഒരു ടാപ്പ് മെഷീനുണ്ട്.
മെഷീനിൽ നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്താൽ മതി. 2 പേരുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ക്രെഡിറ്റ് കാർഡ് ഉള്ളതാണ് ഇപ്പോഴും നല്ലത്. കുട്ടികൾക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളോട് കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതുപോലത്തെ കാർഡ് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഒന്നേ ഉള്ളെങ്കിൽ ഒരാളോടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു കാർഡ് എടുക്കുന്നത് നന്നായിരിക്കും. അത് UK യിലാണെങ്കിലും ആംസ്റ്റർഡാമിലാണെങ്കിലും. അപ്പോൾ നമ്മളങ്ങനെ സാൻസേ ഷാൻസിലെത്തി. ഇപ്പോൾ സാൻസേ ഷാൻസിൻ്റെ ആ ഒരു വില്ലേജ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതാ അവർ നമുക്ക് സ്വാഗതം എന്താ അപ്പോൾ നമ്മുടെ ബസ്സിൽ വന്നവരാണ് ഇവരെല്ലാം. അപ്പോൾ ഇവരുടെ പുറകിനങ്ങ് വെച്ച് പിടിക്കാം. ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാൻസേ ഷാൻസിൻ്റെ വിൻമില്ല്, മ്യൂസിയം സംഭവങ്ങളെല്ലാം അകത്തുണ്ട്. നമ്മളിതാ ആ വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വിൻഡ് മില്ല് കാണാം. ഇപ്പോൾ ഇവിടെ പണ്ടിവിടെ 19 വിൻഡ് മില്ലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 8 എണ്ണം അവരിപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 6 എണ്ണം ഇപ്പോഴും ഫങ്ഷനിലാണ്. ഇതാ ഈ തോടുമൊക്കെ കണ്ടില്ലേ, നമ്മുടെ തനി കുട്ടനാട് തന്നെ. പണ്ട് എനിക്ക് ഒരു ഓർമ്മയുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് രാഷ്ട്രീയക്കാർ, ജനപ്രതിനിധികളെല്ലാം കൂടെ നെതർലാൻഡ്സ് വെള്ളപ്പൊക്കത്തിനെ എങ്ങനെ തടയുന്നു എന്നുള്ളത് പഠിക്കാൻ വേണ്ടി വന്നൊക്കെ. അത് പിന്നെ എന്തായോ എന്തോ ഒക്കെ ഇവർ ഈ പാക്കേജ് ടൂർ നടത്തും. സാൻസേ ഷാൻസ്, പിന്നെ വേറെ വാൾ ഡാം എന്ന് പറയുന്ന സ്ഥലത്തോട്ടൊക്കെ. നമ്മളത് എടുത്തില്ല. ഇത് നമ്മുടെ അടുത്തായതുകൊണ്ടെങ്കിൽ പോന്നു. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഗ്രാമത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടന്നിട്ട് കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഈ ചീസ് ടേസ്റ്റിങ്, പിന്നെ ചില വിൻഡ് മില്ലുകളൊക്കെ, പിന്നെ ഷൂ ഉണ്ടാക്കുന്നതൊക്കെ. പക്ഷേ ബാക്കി ചില ഏരിയയൊക്കെ കാണണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കണം. അതാണ് അവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഏരിയയൊക്കെ കാണണമെങ്കിൽ ഇതൊക്കെ ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്നത് കാണണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങണം. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിലേക്കുള്ള ഫസ്റ്റ് ഷോപ്പിൻ്റെ ഇവിടെ എത്തി. അത് സുവനീർ ഷോപ്പായിരുന്നു. നമ്മുടെ ഇവിടെയുള്ള ഈ സുവനീർ ഷോപ്പാണ്. അത് തിരിച്ചു പോകുമ്പോൾ കയറാം. പിന്നെ ഇതാ നമ്മൾ വിൻഡ് മില്ലിലേക്ക് അടുത്തെത്തി. ഇവിടെ ഒരു വിൻഡ് മില്ല് കാണാം. ഇവിടെ പല ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കയറി വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കണം. അതിൽ ഒരെണ്ണം ഈ വുഡൻ ഷൂ ഉണ്ടാക്കുന്നതും പിന്നെ ചീസ് ടേസ്റ്റിങ്ങും ഒക്കെയാണ്. ഇതെല്ലാം വേറെ ഷോപ്സാണ്, സുവനീർ ഷോപ്പുകളൊക്കെയാണ്. ഒരു ചെറിയ റെസ്റ്റോറൻ്റാണ്. ഇവിടെ എല്ലാ ഏരിയയും ഭയങ്കര ഈ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ്. ഒത്തിരി പേര് ഈ ഒരു വിൻഡ് മിൽ ബാക്ക്ഗ്രൗണ്ട് ആക്കിയത് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തോടുകൾക്കും മുകളിൽ ഇതുപോലെ കുഞ്ഞു പാലമുണ്ട്. അത് നല്ല ഭയങ്കര ക്യൂട്ടായി പാലം കാണാൻ തന്നെ. ഈ തോടുകളിലാണെങ്കിൽ ഈ താറാവുകളും അവിടെ നമുക്ക് താറാവിനെ കാണാം. കണ്ട ദിവി ഇവിടെയാണ് ചീസ് എക്സ്പീരിയൻസ്. ഇതാണ്ട് ഇവിടെ ഈ കാത്തറിൻ ഹോവ് എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ കയറി നമുക്ക് ചീസ് ടേസ്റ്റ് ചെയ്താലോ? ബാ, നമുക്ക് ചീസ് ടേസ്റ്റിംഗ് ഒക്കെ ഫ്രീ ആണ്. നമുക്കത് കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരാളിരുന്ന് പശുവിനെ കറക്കുന്നു. പാല് വീഴുന്ന സൗണ്ടൊക്കെ കേട്ടോ. പാലിൻ്റെ സ്മെല്ലുണ്ട് അവിടെ കയറുമ്പോൾ തന്നെ. ഇതെല്ലാം ചീസാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഡെമോയാണ് ചീസിൻ്റെ, ഒറിജിനൽ ചീസല്ല. അപ്പോൾ ഇവരിവിടെ ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ചീസ് ടേസ്റ്റിംഗ്. നീ സെക്യൂരിറ്റി ആണോ ഇവിടെ? അല്ല, ഓക്കെ. ഇവിടെയാണ് ശരിക്കുള്ള ചീസ് സ്റ്റോറ്. ഇവിടെ നമുക്ക് ചീസൊക്കെ ടേസ്റ്റ് ചെയ്യാം. പല ടൈപ്പിലുള്ള ചീസുണ്ട്. ഇതൊക്കെ എന്തുവെന്നു എനിക്കറിയത്തില്ല.
ഗ്ലോറിയസ് ഗോട്ട്, ഇത് ഗോട്ടിൻ്റെയാണ്. അങ്ങനെ പല പല ചീസ് ഇവിടെ ഇങ്ങനെ എപ്പോഴും പറയുന്നതാണ് യങ് ആയിട്ടുള്ള ചീസും മെച്ചുവേർഡ് ചീസ് എന്നൊക്കെ പറഞ്ഞു, പഴയ ചീസ്, അങ്ങനെ പലതരം ചീസുണ്ട്. ഈ ചീസിൻ്റെ ഡെമോയാണ് നമ്മളവിടെ കണ്ടത്. ഇതൊരു ചീസിന് 22 യൂറോ. ആ, ഇത് ശരിക്കുള്ള ചീസായിരുന്നു. നീ ഇരുന്ന് ഫോട്ടോ എടുത്തില്ലേ അവിടെ? അത് ഡെമോയാ, ഡെമോ ചീസായിരുന്നു. ഒരെണ്ണം എനിക്കും എടുത്തോ. സൗജന്യമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അയാൾ കഴിക്കും, ആ കുത്തി കഴിച്ച് ഇതിനകത്ത് മുക്കി കഴിക്കും. എനിക്കൂടെ പറഞ്ഞ എടുത്ത് പുള്ളിയോട് പറ കഴിച്ചിട്ട് വയറൊന്നും അറിയുന്നില്ല, കൊണ്ട് വിളമ്പാൻ പറഞ്ഞു. മുക്കണോ? ആ, കൊള്ളാം. ഈ നമുക്ക് ഇന്നലെ ബോട്ടിൽ കിട്ടിയതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. എനിക്കിതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവിടെ ചീസ് ഡെമോ കാണിക്കുന്നുണ്ട് അവർ. അവിടെ അങ്ങോട്ടോ. ഇവരെല്ലാം പാക്കേജ് ടൂറുകൾ വന്നവരാണ്, വിത്ത് ഗൈഡ്. ആ ഗൈഡാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. തുറക്കാൻ പറ്റുന്നില്ല, അവള് പെട്ടുപോയി. ഗൈഡഡ് ടൂറാണ്. ആണോ? അതിന് നമുക്ക് കയറാൻ പറ്റത്തില്ല. ആരും ഓർക്കും വേറെ ആരൊക്കെ കയറാൻ പെട്ടെന്ന് ഇവരൊക്കെ കയറിയല്ലോ. അവരറിയാണ്ട് കയറുന്നേ. ആണോ? ആ, ഞാൻ കയറി വീഡിയോ എടുത്തു നോക്കിയപ്പോൾ അവരെ കാണിച്ചു. അങ്ങനെയെങ്കിലും ചേട്ടൻ ഇവിടെ ആക്കിയിട്ട് ഞാനങ്ങ് തിരിച്ച് കാനഡ പോകാം. ഞങ്ങളൊരു ചെറിയൊരു അടി നടന്നു, അതാണ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ എന്തിനാ ചിരിക്കുന്നത്? അങ്ങനെയല്ല, ചുമ്മാ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇവള് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ നീ എന്തിനാണ് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അതും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കയറിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കുക, നല്ലല്ലേ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ഫോട്ടോയ്ക്കും ചിരി വരും. അതെ അതെ. ദീപി, ഇവിടെ വാഫിൾസ് ഉണ്ട്. ഇവിടെ സിറപ്പ് വാഫിൾസിൻ്റെ പീസസ് ഉണ്ട്. ഇത് കഴിച്ചു നോക്കി. വാഫിളോ ഒരു ചോക്ലേറ്റ് നമുക്ക് പിള്ളേർക്ക് വാങ്ങിച്ചിട്ട് വരും. ഏയ് ഇല്ല, ഇപ്പോൾ കഴിച്ച വാഫിളില്ല, പൊളി സാധനം, കിടിലൻ ടേസ്റ്റ്. നമ്മൾ കാനഡയിൽ പോലും കിട്ടത്തില്ല ഇത്രയും ടേസ്റ്റുള്ള വാഫിൾ. ചീസും എല്ലാം നല്ല. ഇവിടെ വരുവാണെങ്കിൽ, ആംസ്റ്റർഡാമിൽ വരുവാണെങ്കിൽ ഈ സാൻസേഷൻസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ അതുപോലെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ കിട്ടുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല ഇതുപോലത്തെ ചീസ് ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ചീസ് കഴിച്ച് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. എന്നിട്ട് കഴിച്ച് നോക്കണം. ഞങ്ങൾ ഈ 2 ചോക്ലേറ്റും എടുത്തു. ഇതൊരു വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഈ സിറപ്പ് വാഫിൾ കിടില സാധനം. അവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങൾ തന്നെ മിക്കവാറും അതെ, വീട്ടിൽ ചെല്ലുന്നത് നമ്മൾ തന്നെ തീർക്കും. ചോക്ലേറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളിനി വിൻഡ് മിൽ ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 19 വിൻഡ് മിൽസ് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരു 8 വിൻഡ് മില്ലാണ്. അല്ല, ഇപ്പോൾ അവർ പ്രിസർവ് ചെയ്തിരിക്കുന്നത് 8 വിൻഡ് മില്ലാണ്. അതിൽ 6 എണ്ണം ഫുള്ളി ഫങ്ഷനിലാണ്. ഇവരിപ്പോഴും വിൻഡ് മിൽ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഷോയ്ക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുമല്ല. ഇപ്പോഴും വിൻഡ് മില്ല് ഉപയോഗിച്ച് ഇവർ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഇവിടുത്തെ ഈ വിൻഡ് മില്ലിലെ ഈ തടി ഇറക്കുന്ന പരിപാടികളും അങ്ങനെ പല പരിപാടികൾക്കും ആ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ പാരീസിലും ആംസ്റ്റർഡാമിലും നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആരോടെങ്കിലുമൊക്കെ തെണ്ടും. ഒരു ഫോട്ടോ എടുത്തരും, ഒരു ഫോട്ടോ ഓടി അങ്ങ് പോയി. പക്ഷെ കുറെ എല്ലാവരും ചോദിക്കുന്ന എല്ലാവരും എടുത്തു തരും കേട്ടോ. മിക്കവാറും ചിലർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും, ബുദ്ധിമുട്ടുന്നുണ്ട് ചിലർ വന്ന് ചോദിക്കും. മറ്റേ ലണ്ടനിൽ വെച്ച് നമ്മുടെ അപ്പു ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ആദ്യത്തെ 2 ദിവസത്തെ ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ കൊണ്ട് വഴി കാണുന്നവരെ കൊണ്ടൊക്കെ എടുപ്പിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുമല്ലേ, അവരെ അങ്ങനെ ഒത്തിരി സമയം വേസ്റ്റ് ആക്കിക്കാൻ പറ്റത്തില്ല. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ആ ആംഗിൾ, ഈ ആംഗിൾ, ഇത് ഷോട്ട്, ലോങ് ഷോട്ട്, ഷോർട്ട് ഷോട്ട്. ഇവിടെ ഈ കിടക്കുന്ന തടികളൊക്കെ ഈ വിൻഡ് മില്ലിൽ അറക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്ന തടികളൊക്കെയാണ്. വിൻഡ് മില്ലാണോ അറക്കുന്നത്? ആ, ഇവർ ഈ വിൻഡ് മില്ലിൽ ഈ പവർ ഉപയോഗിച്ചിട്ട് ഈ തടി ഇറക്കുന്നുണ്ട്. പക്ഷെ വളരെ പതുക്കെ ചെയ്യത്തുള്ളൂ. ഇപ്പോഴത്തെ ടെക്നോളജി പോലത്തെ ഒന്നും വലിയ പെട്ടെന്ന് അറുത്ത് കിട്ടത്തില്ല. ബട്ട് അത് വെച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
ഇവിടെ സുസുക്കിയുടെ കാറുകൾ ഭയങ്കര കോമൺ ആണെന്ന് തോന്നുന്നത്. സുസുക്കി സ്വിഫ്റ്റ് കിടക്കുന്നു ഇവിടെ. ഇന്നലെ നമ്മളൊരു വാഗണാർ കണ്ടിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇത് ഞങ്ങൾ ആ വിൻഡ്മില്ലൊക്കെ അപ്പുറത്തെ സൈഡാണ്, ഞങ്ങൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയോ കാണാൻ. അപ്പോൾ ഈ ഒരു തോട് നോക്കി അതിനകത്ത് പച്ച ഇല്ല പായൽ ഒക്കെ പിടിച്ചിട്ട് 2 താറാവും പിന്നെ നമ്മൾ പോസ്റ്റ് കാർഡിലും സീനറിയിലും ഒക്കെ കാണുന്ന അതേ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. ഇവിടെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് വുഡൻ ഷൂസ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇവിടെ ഇവർ ഷൂസ് ഒരു വുഡിലാണ് ഉണ്ടാക്കുന്നത്. ആ വുഡിൻ്റെ പേര് പോപ്പുലർ വുഡ് എന്നാണ്. അപ്പോൾ ഇതിന് പറയുന്ന ഒരു ക്ലോഗ് എന്നാണ്, വുഡൻ ഷൂവിന് പറയുന്നൊരു ക്ലോഗ് എന്നാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ലൈവായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നോക്കാം. ലൈവായിട്ട് അത് ഗൈഡ്സിന് ലൈവായിട്ടുള്ളൊരു ഷോ അത് ഈ പാക്കേജ് ടൂറിന് വരുന്നവർക്കേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും നമുക്ക് കയറി നോക്കാം, നമുക്കത് കാണാൻ പറ്റുമെന്ന്. ഇവിടെ ഷൂ ഉണ്ടാക്കുന്ന മെഷീൻസും ഒക്കെ ഇവിടാണ്, ഈ സംഭവത്തിലാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് അതാണ് ഒരു സാമ്പിൾ ഷൂ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പാക്കേജ് ടൂറിലോ ഗൈഡ് ടൂറിലോ ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവരിത് ലൈവ് അവതരിപ്പിക്കും. ഇതൊരു ഷൂ ആണ്. ഇത് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി ഇവിടെ ലൈവായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷൂ ആണിത്. നോട്ട് ഫോർ സെയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഷൂവേ ഇട്ട് നീ ഓഫീസിലൊക്കെ പോകുന്ന കാര്യമൊന്നും ആലോചിച്ച് നല്ല സൗണ്ടായിരിക്കും. ഞാൻ അപ്പുറത്ത് ഇങ്ങനെ നിന്ന് നോക്കുമായിരുന്നേ. അപ്പം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരാളെ ഈ ഷൂ ഇട്ടുകൊണ്ട് വന്നു വെച്ചാൽ പെട്ടെന്ന് എൻ്റെ പുറകിൽ വന്ന് നിന്ന് വെച്ചേ എന്തോ ആലോചിക്കുന്നത്. പേടിപ്പിക്കുമല്ലായിരുന്നു, പുള്ളി ജനറലായിട്ട് ചോദിച്ചത് എന്താ ആലോചിക്കുന്നത്. ഞാനങ്ങ് പേടിച്ചു, കാരണം ഞാനിങ്ങനെ ചിന്തിക്കും പണ്ടത്തെ ആളുകളുടെ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ സ്ഥിരം അതിട്ടുകൊണ്ടാണ് നടക്കുന്നതാണ്. ആ പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പുള്ളി ഈ ഷൂ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു. സംസാരിച്ചു. അപ്പോൾ നല്ല സുഖമാണ്. ഇതൊക്കെ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ പുള്ളി ഇടുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള ഇതുപോലത്തെ ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. അല്ല പണ്ട് നമ്മുടെ നാട്ടിലും ഇതുപോലെ തടി ഷൂ ആയിരുന്നല്ലോ, മെതിയടി ഇല്ലേ, മെതിയടി രാജാക്കന്മാരൊക്കെ ഇട്ടുന്നത്. പുള്ളി പറയുന്നത് ഹെവി ഒന്നും അല്ല, പക്ഷെ ഇത് കാണുമ്പോൾ ഹെവി ആയിട്ട് തോന്നും. ഭയങ്കര ഇതല്ലേ. ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടായിരുന്നു. അതായത് പണ്ട് ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ഈ ഷൂ ഇങ്ങനെ തന്നെ നിർമ്മിക്കണം, ഇതൊക്കെ ഇവരുടെ ട്രഡീഷണൽ ആചാരമായിരുന്നു. ഓരോന്നും സിംബലൈസ് ചെയ്യും. ബേർഡ് എന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി, അങ്ങനെയൊക്കെ ഇതിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, അതായത് അപ്പോൾ പണ്ട് കാലത്ത് ഈ കല്യാണ സമയത്ത് ഈ ബ്രൈഡ് ഗ്രൂമിനെ കൊണ്ട് ചെറുക്കനെ കൊണ്ട് ചെറുക്കനുള്ള ടാസ്ക്കാണ് ഒരു ഷൂ തന്നെ അവൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണം. കാർവ് ചെയ്തെടുത്തിട്ട് പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കണം. എന്നിട്ട് പിന്നെ ബ്രൈഡിൻ്റെ നെയിമും എല്ലാം ഇൻഗ്രേവ് ചെയ്ത് വെഡിങ് ഡേറ്റും അതെല്ലാം ഇൻഗ്രേവ് ചെയ്ത് ഭയങ്കര ബ്രൈഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുമോ? നോക്കാം. നമ്മൾ ഈ ഷൂവിൻ്റെ ഒരു സുവനീർ എടുക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. എടുക്കാം. അപ്പോൾ നമ്മൾ സാൻസേ ഷാൻസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ സാൻസേ ഷാൻസ്. ഒന്നും പറയില്ല. നല്ല അവരുടെ ആ കൾച്ചർ എങ്ങനെയായിരുന്നു 18-19 നൂറ്റാണ്ടിൽ അതേപോലെ തന്നെ ഒന്ന് പുനർനിർമ്മിച്ചിട്ടുമുണ്ട്. അവിടെ ഓരോരുത്തർ ആ രീതിയിൽ ജീവിക്കുന്നുമുണ്ട്. പിന്നെ ബിസിനസ്സും ഒക്കെ നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അത് എന്ത് ബ്യൂട്ടിയാണെന്നറിയോ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് കൂടുതൽ ആകർഷിച്ചത്? നമ്മൾ ശരിക്കും ഈ ആംസ്റ്റർഡാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതൊക്കെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ തോന്നിയൊരു കാര്യം, നമ്മൾ ഈ പോസ്റ്റ് കാർഡിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് അല്ലെ, വീട്ടിലൊക്കെ വലിയ സീനറി വെച്ച്, സീനറി എല്ലാവരുടെ വീട്ടിൽ സ്ഥിരം കാണുന്നൊരു സീനറിയിൽ ഒരു നല്ലൊരു വീട്, അതിന് ചുറ്റിനും ഫുൾ പച്ചപ്പും ഭയങ്കര, ആ പോസ്റ്റ് കാർഡിൽ കാണുന്നത് ശരിക്കും ഇവിടെ കാണാം. സാൻസേ ഷാൻസിൽ നിന്ന് തിരിച്ചു വന്നു. ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്തുള്ള ഡിർക്ക് വാൻ ഡെൻ ബ്രോക്ക്. അപ്പോൾ ഇവിടെ കയറി നാട്ടിലല്ല തിരിച്ച് കാനഡയ്ക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനോട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വാക്കേ ഉള്ളൂ.
അപ്പോൾ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. അധികമൊന്നുമില്ല, ഇത്രയും. പക്ഷേ ഇത് $35 ആയതേ ഉള്ളൂ. 35 യൂറോ ആയതേ ഉള്ളൂ. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 51 CAD. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് ഹോട്ടലിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞു. ഇന്ന് ആക്ച്വലി നല്ല രസമായിരുന്നു. ഇവിടുത്തെ ഏത് സ്ഥലവും കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വില്ലേജ് പോയി, ആ വില്ലേജിൻ്റെ കൾച്ചറും കാര്യങ്ങളും എല്ലാം കണ്ടു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി നാളെ പോകുന്നതും ഇതേപോലെ ഒരു സ്ഥലത്താണ്. ആക്ച്വലി ഞാൻ ആംസ്റ്റർഡാമിൽ ഈ നെതർലൻഡ്സിൽ വരുന്നതിന് മുന്നേ ആലോചിച്ചതാണ് നാളെ പോകുന്ന സ്ഥലത്ത് പോകണമെന്ന്. കാര്യം ഞാൻ കുറേ റീലുകളിലും വീഡിയോസിലും ഒക്കെ കണ്ടതാണ്. ഒരു ഭയങ്കര മനോഹരമായ ഒരു ഗ്രാമമാണ്. അവിടെ വണ്ടികളൊന്നുമില്ല. ഇവിടെ ഫുള്ളിങ്ങനെ വാട്ടറാണ് ചുറ്റിനും. ഇല്ല, ഒരു വെനീസ് പോലെ ഒരു സ്ഥലം. അപ്പോൾ അവർ ബോട്ടൊക്കെ ആണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെ ഭയങ്കര രസമാണ്. നല്ല എന്താ പറയുന്നത്, ഒരു നല്ല സീനിക് ബ്യൂട്ടിയുള്ളൊരു വില്ലേജാണ്. അപ്പോൾ അവിടെ പോകണമെന്നൊക്കെ ഞാൻ പണ്ടേ വിചാരിച്ചിരുന്നു, റീലൊക്കെ കണ്ട സമയത്ത് തന്നെ. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ച് അവിടെ പോകണമെന്ന്. അപ്പോൾ നാളെ ഞങ്ങൾ അങ്ങോട്ടൊരു പാക്കേജ് ടൂർ അല്ല ഗൈഡഡ് ടൂർ പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരു കമ്പനിയുടെ ബസ്സിൽ പോകുന്നുണ്ട്. നാളെ 9 മണിക്ക് പോകണം. തിരിച്ച് അവരൊരു 5 മണി 6 മണിയാകുമ്പോൾ തിരിച്ചു നമ്മളത് ഇവിടെ കൊണ്ടുവിടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ബാക്കി നമുക്കിനി അടുത്ത ആംസ്റ്റർഡാം വീഡിയോയിൽ. ബൈ പറ.